Okay. Hi everyone. Am I audible? ഞാൻ audible ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Okay. Very good. Am I audible? Okay. Okay. Thank you so much for bringing or coming back. ഓരോ ദിവസവും നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ വരുന്നതിന് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുമുട്ടി വീണ്ടും നമ്മൾ പഠിക്കുന്നതിന്. ഓക്കെ, ശരത് ഒരു കാര്യം ചെയ്യില്ല, ഗ്രൂപ്പുകളിലൊന്നും എന്ത് ചെയ്യുക, ഒന്ന് അറിയിക്കുക നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, എല്ലാ ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് അറിയിക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾ വീഡിയോയിൽ വരുമ്പോൾ നമുക്കതൊരു എനർജിയാണ്, നമുക്കൊരു ആവേശമാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് നമുക്ക് എത്ര പേര് ഇന്ന് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സെഷനിലേക്ക് എത്ര ആൾക്കാരുണ്ട് നമുക്ക് നോക്കാം. 73 പീപ്പിൾ. ഓക്കെ, ഏകദേശം 10-75 പേരോളം നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് ബിസിനസ് സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ? എത്ര പേര് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? ജസ്റ്റ് കമന്റ് ആണ്, നീ എന്ന് കമന്റ് ചെയ്യുക. നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ചെയ്യുന്നില്ല പക്ഷെ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ ഐ എന്ന് കമന്റ് ചെയ്യും. ഓക്കെ, അവർ ഇൻസ്പയർഡ് ആണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അല്ലാത്തവർ ബിസിനസ് ചെയ്യുന്നവർ മീ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എത്ര പേരുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഓക്കെ, എത്ര പേര് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് ഇന്നത്തെ ഈ സെഷനിലേക്ക് നിങ്ങൾക്ക് ഈ സെഷൻ ഇന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എത്ര പേരുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമ്മുടെ സെഷനിലേക്ക് കടക്കാം. നമുക്ക് എന്തുകൊണ്ടാണ്, നമ്മൾ എങ്ങനെയാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക, എന്തുകൊണ്ടാണ് നമ്മുടെ ടീം വർക്ക് ചെയ്യാറ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മുടെ ടീം എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വർക്ക് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ്? വാട്ട് ഈസ് ദ റീസൺ? അപ്പൊ ഒരുപാട് പേരുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, ദെൻ ബിസിനസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ബിസിനസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ എന്താണ്, എങ്ങനെയാണ് നമുക്ക് ബിസിനസിന്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ് ടീം, അതെങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുക? നമ്മൾ പലപ്പോഴും നമ്മളുടെ ബിസിനസ് പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിട്ട് മാറാറുണ്ട്. പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് മാറാറുണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടു പോകാന്ന്. എത്ര പേര് അംഗീകരിക്കുന്നു? ഭയങ്കര സ്ട്രഗിളാണ്, ഭയങ്കര സ്ട്രഗിളാണ്, ശരിയല്ലേ? ബിസിനസ് നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് വലിയ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു സംഗതി, ശരിയാണോ? ഓക്കെ, അപ്പൊ റെഡിയാണല്ലോ. നമ്മളുടെ പല മെസ്സേജുകളും ഇതിനിടയിൽ വരുന്നുണ്ട്. ഇപ്പൊ ഒരു മെസ്സേജ് വന്നപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇത് എളുപ്പമാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ബിസിനസ് തുടങ്ങിയിട്ട് ജീവിതത്തിൽ ഒരു സന്തോഷം, സമാധാനം, സുഖമൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റും? ടീം ബിൽഡ് ചെയ്തേ പറ്റും. ടീം ബിൽഡ് ചെയ്തേ പറ്റും. വലിയ ബിസിനസ്സുകൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും ക്വാളിറ്റി എന്ന് പറയുന്നത് അവരവരുടെ ബിസിനസ്സിന് വേണ്ട ഗ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. ടീം ഇല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒരേപോലെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഹെൽപ്പ് വേണം. യു നീഡ് ഹെൽപ്പ്. ടീം ഉണ്ടെങ്കിൽ മാത്രമാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടന്നു പോകുള്ളൂ. കാരണം ബിസിനസ്സിൽ ഏകദേശം 10-20ലധികം ആക്ടിവിറ്റീസ് ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഒരേ സമയത്ത് സെയിൽസ് നടക്കണം, സെയിൽസിന്റെ അതിന്റെ മാർക്കറ്റിംഗ് നടക്കണം,
പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് നടക്കണം, പ്രോഡക്റ്റ് ക്രിയേഷൻ നടക്കണം, മാനുഫാക്ചറിങ് നടക്കണം, അതിന്റെ ക്വാളിറ്റി ചെക്കിംഗ് നടക്കണം, ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യപ്പെടണം, അത് അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസ് ഡെലിവറി ഉണ്ടാവും, അത് പ്രോപ്പറായിട്ട് നടക്കണം. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ആഫ്റ്റർ സർവീസ് നടക്കണം. അത് കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ പ്രോഡക്റ്റ് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ അതേ സമയത്ത് തന്നെ ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് പ്രോപ്പറായിട്ട് നടക്കണം. ടാക്സ്, GST ഇങ്ങനെയുള്ള സംഗതികൾ. ഇത് മാത്രമാണോ? അതുപോലെ തന്നെ നമ്മളുടെ ടീമിലേക്ക് നല്ല ടാലന്റിനെ ഹയർ ചെയ്യേണ്ടി വരും. നല്ല ടീമിലേക്ക് നല്ല ടാലന്റിനെ ഹയർ ചെയ്തണം, കണ്ടെത്തണം. ഇങ്ങനെയൊക്കെ ഒരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആ ടീം നല്ല രീതിയിലേക്ക് ജോലി എടുക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ട സൂപ്പർവൈസേഴ്സും അതേപോലെ തന്നെ മാനേജർമാരും വേണം. ഇതിനൊക്കെ പുറമെ എന്താ വെച്ചാൽ നമുക്കെന്താ വെച്ചാൽ ഇവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടക്കണം. യെസ് ഓർ നോ? കൺസിസ്റ്റന്റ് ആയിട്ടൊരു ബിസിനസ് ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് ഒരേ സമയം ഇത്രയും കാര്യങ്ങൾ നടന്നു പോകലാണ്. ഏറ്റവും ചുരുങ്ങിയൊരു എന്താ പറയുക പിക്ചറാണ് ഞാനിപ്പോ ഈ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരാൾ ചെയ്താൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താ? അയാൾക്ക് എല്ലായിടത്തും എത്താൻ പറ്റും. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അധിക ബിസിനസ്സുകാരും വളരാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർ ടെക്നീഷ്യൻ മൈൻഡഡ് ആണ്. രണ്ട് തരത്തിലുള്ള ബിസിനസ്സുകാരുണ്ട്. ടെക്നീഷ്യൻ മൈൻഡഡ് ബിസിനസ്സുകാരുണ്ട്, അതേപോലെ തന്നെ ഓൺട്രപ്രണോറിയൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഓൺട്രപ്രണോറിയൽ മൈൻഡ് ബിസിനസ് ഉള്ള ആൾക്കാരും, സംരംഭകത്വ മനോഭാവമുള്ള ബിസിനസ്സുകാരും, എന്നാൽ ടെക്നീഷ്യൻ മൈൻഡഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്. ടെക്നീഷ്യൻ മൈൻഡഡ് ആയിട്ടുള്ള ബിസിനസ്സുകാർ എന്ന് പറയുന്നത് അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് പോലെ വേറെ ഒരാൾക്കും ആ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ. ക്ലിയർ ആണോ പറയുന്നത്? എല്ലാ കാര്യങ്ങളും അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അദ്ദേഹം ഗ്രോ ചെയ്യില്ല. ആ മൈൻഡ് സെറ്റ് വെച്ചിട്ട് എന്താ വെച്ചാൽ ഗ്രോ ചെയ്യില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ആ മൈൻഡ് സെറ്റ് വെച്ചാൽ എല്ലാ ജോലിയും അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം അതിന് വേണ്ടിയിട്ട്, അനുഭവത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ലേണിങ്ങിന് വേണ്ടി ചെയ്യും. പക്ഷേ ഇന്ന് അദ്ദേഹം തന്നെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഗ്രോ ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്താ വെച്ചാല് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യണോ, വളരണോ, അത് നിങ്ങളുടെ ജോലിയിലാവാം അല്ലെങ്കിൽ ബിസിനസ്സിലാവാം, കൂടുതൽ നിങ്ങൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു ബിൽഡ് എ ടീം. ഈ ടെക്നീഷ്യൻ മൈൻഡഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ എന്ന് പറയുന്നത് പേഴ്സൺ ഡ്രിവൺ ആണ്, ഇൻഡിവിജ്വൽ ഡ്രിവൺ ബിസിനസ് ആണ്. ഒരു വ്യക്തിയാണ് അത് നയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ നിന്ന് ടീം ഡ്രിവൺ ആയിട്ട് മാറും. കമ്പനിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം, ഒരു ഗ്രോത്ത് നടക്കണം. അപ്പോ അത് നമുക്ക് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ടീം ഡ്രിവൺ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് മാത്രമല്ല, ചിലത് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ. നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്, ഒന്ന്, എന്നെക്കാട്ടിലും നല്ല കഴിവുള്ള ടാലന്റ് ഉള്ള വ്യക്തികൾ അവിടെ ഉണ്ട് ആ ജോലി ചെയ്യാൻ എന്ന് വിശ്വസിക്കണം. ടെക്നീഷ്യൻ മൈൻഡ് ആയിട്ടുള്ള ആളെന്താ വിശ്വസിക്കുന്നത്? ആ ജോലി ഞാൻ ചെയ്താലേ റെഡി ആകൂ, വേറൊരാളെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കില്ല. കാലാകാലം ആ ജോലി ഇദ്ദേഹം തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദർ ആർ 2 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ദർ ഈസ് യുവർ കോർ ആക്ടിവിറ്റി ആൻഡ് ദെൻ ദർ ഈസ് ജനറൽ ആക്ടിവിറ്റി. ജനറൽ ആയിട്ട് ബിസിനസ്സിൽ നടക്കേണ്ട കുറേ ആക്ടിവിറ്റീസ്. എന്നാൽ നമുക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന, നമ്മളുടെ ഡിസ്റ്റിങ്ക്റ്റ് ഫോർട്ടേ എന്ന് പറയുന്ന നമ്മളുടെ ഒരു കോർ ആക്ടിവിറ്റി, നമ്മളുടെ കോർ ലെവലിൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയുണ്ട്. ആ ജോലി മാത്രമേ നമ്മൾ ചെയ്യാവൂ ബിസിനസ്സിൽ. ബാക്കിയെല്ലാം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മറ്റുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ കോർ ആക്ടിവിറ്റി ഉള്ള, ആ മേഖലയിൽ കഴിവുള്ള ആൾക്കാരാണ് അത് ചെയ്യേണ്ടത്. ഇത് ഒറ്റയടിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യണോ? ശരിയാണോ ഞാൻ പറയുന്നത്? ലൈക്ക് ആർ യു അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഐ ആം സേയിങ്? ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത, നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള
പല ഡിപ്പാർട്ട്മെന്റും നിങ്ങളുടെ പെരടിയിൽ നിങ്ങളത് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് ഒരു വാഹനം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു 10-16 ചക്രമുള്ളൊരു വലിയ ലോറി പോലെയാണ്. അതിലേതെങ്കിലും ഒരു ചക്രം വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് അത്രയും വലിയൊരു ഭാരം താങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ആ വാഹനത്തിന്റെ യാത്രയെ അത് തടസ്സപ്പെടും. ഇതെല്ലാം ഒരു ടയർ കൊണ്ട് തന്നെ താങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? 16 ടയർ ആവശ്യമുള്ള ഒരു വാഹനം ഒരൊറ്റ ടയറിൽ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വലിയൊരു ടയറായിട്ട് ശ്രമിക്കുക, നടക്കുമോ അത്? നടക്കുമോ അത്? ഒറ്റ വീൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത്? മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ടീം ഉണ്ടാവാം, പക്ഷെ ആ ടീം എന്തായിരിക്കില്ല ഇഫക്റ്റീവ് ആയിരിക്കില്ല, ടാലന്റഡ് ആയിരിക്കില്ല, റൈറ്റ് ആയിരിക്കില്ല. അല്ലെങ്കിൽ ആ ടീം ഈ പറഞ്ഞതുപോലെ 16 പേര് ആവശ്യമില്ലാത്ത ചിലപ്പോൾ നിങ്ങൾക്ക് 5 പേരേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ കുറവുണ്ടാകാം. യെസ് ഓർ നോ? യെസ് ഓർ നോ? ഇത് എല്ലാ ബിസിനസ്സിനും അപ്ലിക്കബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എല്ലാ ബിസിനസ്സിലും വലിയ ടീം വേണം എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ചില ബിസിനസ്സുകൾക്ക് അത് വളരെ മസ്റ്റാണ്. നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വലുതാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ അത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൊഫഷണലൈസ് കൊണ്ടുപോകണം എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ച് ഒരു ടീം വേണ്ടി വരും. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? Am I right? Just comment on if you are understanding me, like ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ just comment on. സോ എന്തുകൊണ്ടാണ് നമ്മളുടെ ടീം പ്രോപ്പറായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ, ഇനി അങ്ങനെ ടീമൊക്കെ നമ്മൾ ബിൽഡ് ചെയ്താലും ആ ടീം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം പലപ്പോഴും? ജസ്റ്റ് കമന്റ് മീ. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇഷ്യൂ കൊണ്ട് നിങ്ങളുടെ ബിസിനസ് വളരാതിരിക്കുന്നുണ്ടോ? ജസ്റ്റ് കമന്റ് ഓൺ. എന്താണ് കാരണം? ജസ്റ്റ് കമന്റ് ഓൺ. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മളുടെ ബിസിനസ് വളരാതിരിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ പറ്റുന്നില്ല? Just give me some insights. എന്തുകൊണ്ടാണ് നമുക്കത് പറ്റാത്തത്? എങ്ങനെ നമുക്കെന്ന് വെച്ചാൽ അതിനെ സോൾവ് ചെയ്യാൻ പറ്റും? Can we solve this? സോൾവ് ചെയ്യാൻ പറ്റുമോ? ഹലോ, നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ടീം വർക്ക് ചെയ്യാത്തതിന്റെ റീസൺ മേ ബി നമുക്ക് എന്തുണ്ടാവില്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെ വർക്ക് ചെയ്യാത്തതിന്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ടീമിൽ നമ്മൾ എന്തായിരിക്കില്ല, ഇൻസ്പയറിംഗ് ആയിരിക്കില്ല. നമ്മൾ അവർക്ക് ഇൻസ്പയറിംഗ് ആവണം. നമ്മളുടെ ടീം നമ്മൾ ആഗ്രഹിച്ചതുപോലെ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് മാറണം. വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഇൻസ്പയറിംഗ്, വി ആർ പവർഫുൾ. അവർക്ക് എന്ന് വെച്ചാൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിന്ന് കൊടുക്കണം. നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം അധികം ആൾക്കാരുടെയും ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അധികം ആൾക്കാർ ഫോളോവേഴ്സാണ്. നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി. ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്കുള്ളത് കൊണ്ട് നമ്മൾ അവർ പ്രതീക്ഷിക്കുന്ന എന്താ വെച്ചാൽ നമ്മളിൽ നിന്ന് എല്ലാത്തിനും ഒരു ഇനീസിയേഷൻ പ്രതീക്ഷിക്കുന്നു. നമ്മളിൽ നിന്ന് ഒരു ഇനീസിയേഷൻ എല്ലാത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീസിയേഷൻ നമ്മൾ കാണിച്ചേ പറ്റും. വി ഹാവ് ടു ബിൽഡ് ഇറ്റ്, വി ഹാവ് ടു ഷോ ദം. അതായത് ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്, അത് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇത്രയും പ്രയാസമുള്ള കാര്യമൊന്നുമല്ല.
ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ വി ഹാവ് ടു ഷോ ദ വി ഹാവ് ടു ബിക്കം ആൻ ഇൻസ്പയറിംഗ് ഫിഗർ ഫോർ ദം. നമ്മളുടെ ടീം മെമ്പേഴ്സിന് നമ്മൾ എന്തായിരിക്കണം? ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പെരുമാറണം. വി ഹാവ് ടു ലീഡ് ദം. അപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഷോ ദം ഇൻസ്പിറേഷൻ. എന്താണ് ഇൻസ്പിറേഷൻ? വി ഹാവ് ടു ബിക്കം ദ ഡീലർ ഓഫ് ഹോപ്പ്. അവർക്കൊരു പ്രതീക്ഷ കൊടുക്കണമെന്ന്, ഇയാളുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇയാളുടെ കൂടെ ജോലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ വളരും, എനിക്കിവിടെ അവസരമുണ്ട് എന്ന ഒരു തോന്നല് ആർക്ക് തോന്നണം? ഈ പറഞ്ഞിരിക്കുന്ന ടീം മെമ്പേഴ്സിന് തോന്നണം. അത് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ടീം മെമ്പേഴ്സിന് ഓക്കെ, ഇയാളുടെ കൂടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എനിക്ക് വിജയിക്കാൻ പറ്റും, എനിക്ക് മികച്ച രീതിയിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, എനിക്കിവിടെ അവസരമുണ്ട് എന്ന ഒരു തോന്നൽ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ എത്ര പേര് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഒരു ഓൺലൈൻ കമ്പനിയുടെ ലൈക്ക് ആസിയ റഷ്യ കമ്പനിയുടെ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്നു, ബട്ട് ടീം ക്രിയേറ്റ് ചെയ്യാനും. അപ്പോൾ ആദ്യം വേണ്ടെന്ന് വെച്ചാൽ യു ഹാവ് ടു ഹാവ് എ പർപ്പസ്. നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഒരു പർപ്പസ് വേണം. എന്താണ് പർപ്പസ്? പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ഗോൾസ് ഉണ്ടാവും, നമുക്ക് പല കാര്യങ്ങളുണ്ടാവും. പർപ്പസ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന, ഞാൻ എന്ന് പറയുന്ന എൻ്റെ വ്യക്തിക്ക് മാത്രമല്ലാതെ, എൻ്റെ മാത്രം ബെനിഫിറ്റിനല്ലാതെ ഒരുപാട് പേരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, ഗ്രോത്തിന് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യണം എന്ന ചിന്താഗതിയാണ് എന്ത് പർപ്പസ് എന്ന് പറയുന്നത്. അതൊരു കർമ്മമാണ്, അതൊരു ഒരു ദൗത്യമാണ്. എനിക്ക് മാത്രം ബെനിഫിറ്റ് വേണം, ഒരു ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മാത്രം ബെനിഫിറ്റ് ഉണ്ടാക്കണം, ഞാൻ മാത്രം നേട്ടം ഉണ്ടാക്കണം, എനിക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടാക്കണം എന്ന ചിന്തകൾക്കപ്പുറത്ത് എന്റെ കൂടെ നിൽക്കുന്നവരെയും കൂടെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് ടീം എന്നുള്ള നിലയ്ക്ക് നമുക്ക് രക്ഷപ്പെടണം എന്ന ഒരു ദൗത്യത്തിന്റെ ഒരു മെന്റാലിറ്റി നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അപ്പോ ആ ജോലി ചെയ്യാൻ എന്നിട്ട് എന്തെങ്കിലും വെച്ചാൽ യു ഹാവ് ടു സെൽ ദ ഡ്രീം. അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ സ്വപ്ന തുല്യമായ ജീവിതം, അവർ പോലും കാണാത്ത, അവർക്ക് പോലും കാണാൻ ധൈര്യമില്ലാത്ത, അവർക്ക് പോലും പോകാൻ കോൺഫിഡൻസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് അവരെ എത്തിക്കും, അവിടേക്ക് എത്തിച്ചു തരാം എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്ന ഒരു ലീഡർ ആയിട്ട് മാറും. ഹു ഇസ് എ ലീഡർ? എ ലീഡർ ഇസ് എ, എഴുതി വെച്ചോ, എ ലീഡർ ഇസ് എ പേഴ്സൺ whom people choose to follow to go to a place where they can't go alone. എഴുതി വെച്ചോ. ആരാണ് ഒരു ലീഡർ? ലീഡർ എന്ന് പറയുന്നത് പീറ്റർ ഡ്രക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ്സിൽ, അല്ലെങ്കിൽ എന്താ പറയാ, മാനേജ്മെന്റ് ഗുരുവായിട്ടുള്ള അദ്ദേഹം പറയുന്നത്, എ ലീഡർ ഈസ് എ പേഴ്സൺ whom people choose to follow. ലീഡർ വെറുതെ ഒരാൾ ഞാൻ ലീഡർ എന്ന് പറഞ്ഞുണ്ടാവില്ല. ലീഡർ എന്ന് പറയുന്നത് വ്യക്തികൾ ചൂസ് ചെയ്യുന്നതാണ്, മറ്റുള്ളവർ ചൂസ് ചെയ്യുന്നതാണ്. എന്തിന്? ഫോളോ ചെയ്യാൻ. എന്തിനാ ഫോളോ ചെയ്യുന്നത്? പിന്തുടരാൻ, ഇദ്ദേഹത്തിന്റെ കൂടെ കൂടാൻ. എന്തിനാണ്? ടു ഗോ ടു എ പ്ലേസ് വേർ ദേ കാൻ ഗോ അലോൺ. അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥലത്തേക്ക് ഇയാളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എത്താൻ പറ്റും എന്ന വിശ്വാസത്തിൽ കൂടെ കൂടുന്നതാണ് എന്ത്? അങ്ങനെ കൂടെ കൂടുന്ന ആളെ പറയുന്ന പേരാണ് ലീഡർ. അപ്പൊ നിങ്ങൾ ഒരു ലീഡർ ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ കൂടുന്ന ആൾക്കാര് നിങ്ങൾ എവിടെ എത്തിക്കും? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സോ എ പീപ്പിൾ ചൂസ് ടു ഫോളോ. പീപ്പിൾ ചൂസ് ടു ഫോളോ. അതാണ് നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ ഒരു ലീഡർ ആയിട്ട് നിങ്ങൾ മാറുന്നത് എപ്പോഴാണ്? യു ഹാവ് ടു ബിക്കം ആൻ ഇൻസ്പയറിംഗ് ഫിഗർ. യു ഹാവ് ടു ബിക്കം ആൻ ഇൻസ്പയറിംഗ് ഫിഗർ.
നിങ്ങൾ എന്തേ പറ്റൂ? ഇൻസ്പയറിംഗ് ഫിഗർ ആയിട്ട് മാറിയേ പറ്റൂ. അപ്പോ അത് നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സെൽ ദ ഡ്രീം. ആ ഡ്രീം സെൽ ചെയ്തേ പറ്റും. അവിടേക്ക് എത്താൻ പറ്റും എന്നുള്ള ഡ്രീം സെൽ ചെയ്തേ പറ്റൂ. അപ്പൊ ആ ഡ്രീം നിങ്ങൾ സെൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീമിന്റെ കൂടെ. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത് പർപ്പസ് വേണം എന്നുള്ളതിലേക്കണം. അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ ടീമിൽ തന്നെ ഉണ്ടാവും, നല്ല സ്വഭാവവും നല്ല എന്താ പറയുക മാന്യതയും ഇതൊക്കെ കാണിച്ചുകൊണ്ട് അവസാനം എന്താ വെച്ചാൽ ടീമിന് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന, മൊത്തം പ്രൊജക്റ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇഷ്യൂസും കോംപ്ലിക്കേഷൻസും കൺഫ്യൂഷൻസും പെട്ടെന്ന് തീരുമാനമെടുക്കലും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? അത് പ്രൊട്ടക്ട് ചെയ്യണം നമ്മൾ. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞോളമേ. വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഹാവ് ടു കീപ് ഓൺ ട്രൈ. നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ട്രൈ ചെയ്തേ പറ്റൂ. അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ യു ഹാവ് ടു ഷോ ദം. നിങ്ങൾ കാണിച്ചേ പറ്റൂ പ്രോപ്പറായിട്ട് മികച്ച രീതിയിൽ നിങ്ങളുടെ ടീമിന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു സെൽ ദം ദ ഡ്രീം. ഡ്രീം സെൽ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഡ്രീം സെല്ല് ചെയ്തേ പറ്റൂ. ക്യാൻ യു ഡു ദാറ്റ്? അതെങ്ങനെയാണ് കാണുന്നത്? അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ യു ഹാവ് ടു ടോക്ക് ടു ഈച്ച് അതർ. നിങ്ങൾ ഓരോ വ്യക്തികളിലേക്കും, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും നിങ്ങൾ മീറ്റ് ചെയ്യണം. മീറ്റ് ചെയ്തിട്ട് അവരുടെ സ്വപ്നങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. എന്നിട്ട് അത് പോസിബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആഗ്രഹങ്ങൾ, സംഗതികൾ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വേദനകളെ മറികടക്കാൻ, അവരുടെ ആഗ്രഹങ്ങളിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കാൻ, സ്വപ്നങ്ങളിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കാൻ വേണ്ട രീതിയിൽ ഈ പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമുക്കെന്ത് വെച്ചാൽ അധിക ആഗ്രഹങ്ങളും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നേട്ടത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപനത്തിൽ പണം കൊണ്ടുവന്ന്, റവന്യൂ കൊണ്ടുവന്ന്, ബിസിനസ് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ബിസിനസ്സിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ ബിസിനസ് പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പരമാവധി ശ്രമിക്കണം. ചില ചാലഞ്ചസ് സംഗതികളൊക്കെ വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ടീം മെമ്പേഴ്സിനോട്, അല്ലെങ്കിൽ എന്താ പറയുക, അത് ഒരിക്കലും ആ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലേക്കൊരു സാധ്യതയിലേക്ക് പോകരുത്. അപ്പൊ പലപ്പോഴും എന്താ വെച്ചാൽ പ്രയാസം ഉണ്ടാക്കും. ടീം മെമ്പേഴ്സിന് വെച്ചാൽ കോൺഫിഡൻസ് നഷ്ടപ്പെടും, കൺഫ്യൂഷൻ ഇല്ലാതെ. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള സംഗതിയിലേക്ക് പോകുന്നതിന് പകരം പ്രോപ്പറായിട്ട് അതിനെ മാക്സിമം പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ചിന്തിച്ച് റവന്യൂ ജനറേറ്റ് ചെയ്ത് ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരും. യു ഹാവ് ടു ബിൽഡ് ദ ടീം. അപ്പൊ ആ റവന്യൂ ജനറേറ്റ് ചെയ്താൽ തന്നെ പലപ്പോഴും പല ടീം മെമ്പേഴ്സിന്റെയും സ്വപ്നങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടും. പക്ഷെ ഒരു കാര്യം വേണം, ഇവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം എങ്ങനെ പരിഹരിക്കാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിനെ എങ്ങനെയാണ് ഫൈനാൻഷ്യലി വയബിൾ ആക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഫൈനാൻഷ്യലി ഈ ഒരു കമ്പനി ഗ്രോ ചെയ്യുന്നതിലൂടെ, കരിയർ ലെവലിൽ ഇവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിലൂടെ, ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതിലൂടെ, ഇവരുടെ ആഗ്രഹിച്ച ലൈഫുണ്ട്, അതെങ്ങനെ അവർ മികച്ച രീതിയിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കാം, അവരുടെ ഈ ഒരു ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങിച്ചെടുക്കാം, അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന സ്വപ്നതുല്യമായിട്ടുള്ള വീട് സ്വന്തമാക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങളൊരു ടീം നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ടീം മെമ്പേഴ്സിന്റെ പ്രോബ്ലംസ് എങ്ങനെ ഈ പ്രൊജക്റ്റിലൂടെ സോൾവ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത് പർപ്പസ്.
നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല. യു ഹാവ് ടു ബിൽഡ് എ ടീം. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് പ്രോപ്പറായിട്ട് നടന്നു പോകണം. പ്രോപ്പറായിട്ട് നടന്നു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇടവും വലവും നിൽക്കുന്ന ആൾക്കാർ, അത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറാവാം, നിങ്ങളുടെ മാനേജർമാരാവാം, നിങ്ങളുടെ വിശ്വസ്തന്മാരായിട്ടുള്ള വലങ്കൈ ഇടങ്കൈ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ആൾക്കാരാവാം. അവരുമായിട്ട് ആ ഒരു ടീം മെമ്പേഴ്സ് പ്രോപ്പറായിട്ട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് ആ ഒരു കോർ ടീം, കളങ്കമില്ലാത്ത, സെൽഫിഷ്നെസ് ഇല്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത ആൾക്കാർ കൂടെ വേണം. പലപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കുക അവിടെ, ടീം തകർന്നു പോകുന്നത് അവിടെയാണ്, പ്രൊജക്ടുകൾ സ്റ്റോപ്പ് ആവുന്നത് അവിടെയാണ്. മനസ്സിലാകുന്നുണ്ടോ? സോ ആ ടീം മെമ്പേഴ്സ് എന്താ വെച്ചാൽ മികച്ച രീതിയിലുള്ള നല്ല ടീം മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 100% ജെനുവിൻ, അതായത് സ്വന്തം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ടീമിനെയോ പ്ലാറ്റ്ഫോമിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ടുകളെയോ ഉപയോഗിക്കാത്ത, നല്ല രീതിയിലേക്ക് പ്രൊജക്ട് എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന, ലോങ് ടേമിൽ ചിന്തിക്കുന്ന, കൂടെയുള്ളവരെ ചേർത്ത് പിടിച്ച് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിച്ച് പോകണം, എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ള ആ പർപ്പസ് മെന്റാലിറ്റി ഉണ്ടല്ലോ. അല്ലാതെ എനിക്ക് മാത്രം മതി എന്ന തിങ്കിങ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് എല്ലാവരും വേണം, ഒരുമിച്ച് പോകണം, എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന തിങ്കിങ് ഉള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു കോർ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കണം. ആ ടീം ബിൽഡ് ചെയ്തെടുക്കുമ്പോഴാണെന്ന് വെച്ചാൽ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകും. ഇതിലെപ്പോഴെങ്കിലും വിള്ളൽ വീണ് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഗോൺ. സോ ഓൾവേസ് ബിലീവ് വിൻ വിൻ സിറ്റുവേഷൻ. വിൻ വിൻ സിറ്റുവേഷനിലൂടെ ഗ്രോ ചെയ്ത് പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഗ്രോത്തിന് ഒരു പരിധി ഉണ്ടാവും. ഗ്രോത്തിന് എപ്പോഴും പരിധി ഉണ്ടാവും. ബിൽഡ് എ ടീം ഇൻ എ സച്ച് എ വേ യു ഹാവ് ടു ബിക്കം ആൻ ഇൻസ്പയറിംഗ് ഫിഗർ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഹലോ, ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആണോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? Is it useful? Yes. Yeah. അപ്പൊ നമുക്കൊന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. ഇതിൽ എപ്പോ വേണമെങ്കിലും പണി കിട്ടും, ഒരു ഡൗട്ടും വേണ്ട. ടീം എന്ന് പറയുന്നത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ കോർ ടീമിൽ വരുന്ന ആൾക്കാരായിക്കോട്ടെ, എപ്പോ വേണമെങ്കിലും പണി പ്രതീക്ഷിച്ചേ പറ്റും. പണി കിട്ടും, പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ചിലപ്പോൾ ചാലഞ്ചസ് വരും. The thing is, you have to build again. You have to start again. Because you have the skill set, because you are a true leader. You have done it many times. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളാണ് ഒന്നുമില്ലാത്തവിടുന്ന് ഇതെന്തെങ്കിലുമൊക്കെ ആക്കിയത്. So you can do it again. So never lose hope. Never lose hope. You have to work hard again and again, and build the team again. Be inspiring again. Be challenging again. Be dreaming again. Sell the dream again. Build the team again and again and again and again. And what happens? You can always make a great comeback. അപ്പോ എല്ലാവരോടും എന്താ വെച്ചാൽ പറയാനുള്ളത്, ബിൽഡിംഗ് ദ ടീം ഇസ് നോട്ട് ഈസി. ബിൽഡിംഗ് ദ റൈറ്റ് ടീം ഇസ് മച്ച് മോർ ഡിഫിക്കൽട്ട്. റൈറ്റ് ആയിട്ടുള്ള ടീം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു ടീം ഉണ്ടാക്കിയാൽ പോലും, നമ്മൾ അധികം ആൾക്കാർക്കും ടീമുണ്ട്, 2 ടൈപ്പുള്ള ടീമുണ്ട്. ഏതാ 2 ടൈപ്പ് ടീം? ഒരു ടീം എന്ന് പറയുന്നത് എന്താണ്? അനോയിങ് ടീമാണ്. മറ്റൊരു ടീം എന്ന് പറയുന്നത് ഡ്രീം ടീമാണ്. നിങ്ങൾക്ക് ഏത് ടീമാണ് വേണ്ടത്? അനോയിങ് ടീമാണോ വേണ്ടത്? ഡ്രീം ടീമാണോ വേണ്ടത്? ഒന്ന് കമന്റ് ചെയ്തേ. എ ഓർ ഡി? അനോയിങ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെറുപ്പിച്ച് കയ്യിൽ തരുന്ന, നമുക്ക് പണി തരുന്ന,
ടീം, അനോയിങ് ടീം, എത്ര പറഞ്ഞാലും കറക്റ്റ് ആവാത്ത ആൾക്കാർ. മറ്റതെന്താണ്? ഡ്രീം ടീം, സ്വപ്നതുല്യമായിട്ടുള്ള ടീം. ഈ ഡ്രീം ടീം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? ഡ്രീം ടീമിന്റെ ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കി. ഡ്രീം ടീം നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും? ഡ്രീം ടീം നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും? ഡ്രീം ടീം ഇസ് എ ബിഗ്, ഭയങ്കരമായിട്ടുള്ള ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ടീം പെർഫോം ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം എന്തായിരിക്കാം? രണ്ട് തരത്തിലുള്ള ടീം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഒന്ന് ഡ്രീം ടീം. ഡ്രീം ടീമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ആർ വർക്കിംഗ് വിത്ത് ഇന്റൻഷൻ. അവർ ഉദ്ദേശത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്ത ടീമാണ്. എ ടീം വിത്ത് ഇന്റൻഷൻ. ഒരു ഗോൾ ഉണ്ട്. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും വിജയിക്കണം, എല്ലാവരും ഗ്രോ ചെയ്യണം, ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് വളർച്ചയുണ്ടാവണം, ഉയർച്ചയുണ്ടാവണം, അവസരങ്ങൾ ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്ന ടീമാണ്. ദേ ഹാവ് എൻ ഇന്റൻഷൻ. അവർക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഗോളുണ്ട്, ടീം ഗോളുണ്ട്. എന്റെ ഗോൾ, എന്റെ കാര്യങ്ങൾ എന്നുള്ള, എന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്ന മാത്രം തിങ്കിങ് അല്ല. ഞാൻ എന്തോ ആണ്, ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ ഇല്ലെങ്കിൽ ഈ ടീം ഇല്ല, അല്ലെങ്കിൽ എന്താ വെച്ചാല് എനിക്ക് ഞാനാണ് ഇതിന്റെ എല്ലാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ എന്താ വെച്ചാല് ഞാൻ സെൽഫിഷ്നെസ് തിങ്കിങ് ഇല്ലാണ്ടിരിക്കുക. ഞാൻ എന്തിന് എല്ലാവർക്കും ഇത്രയും ബെനിഫിറ്റ് കൊടുക്കണം, എനിക്ക് എന്തുകൊണ്ട് എന്താ വെച്ചാല് എന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൂടാ, ഇങ്ങനെയുള്ള തിങ്കിങ് ഉണ്ടാവാതെ ഒരു കോമൺ ഇന്റൻഷനോട് കൂടിയിട്ട് ഉദ്ദേശശുദ്ധിയുള്ളതാണ് എന്താ വെച്ചാല് ഡ്രീം ടീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? അനോയിങ് ടീം എന്ന് പറയുന്നത് വിത്തൗട്ട് ഇന്റൻഷൻ. ഒരു കോമൺ ഗോൾ ഇല്ല, കോമൺ ഉദ്ദേശമില്ല, ഒരു ഉദ്ദേശമൊന്നുമില്ല, ടീമുണ്ട്. അപ്പൊ ഡ്രീം ടീം എപ്പോഴാവുന്നത്? വിത്ത് ഇന്റൻഷൻ. ഇന്റൻഷൻ ഉണ്ടാവുമ്പോഴാണ്. അപ്പൊ 6 ക്വാളിറ്റീസ് ഉണ്ട്. എന്തിന്? ഒരു മോശം ടീം 6 ക്വാളിറ്റീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, കൺഫ്യൂഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, കെയോസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, കോംപ്ലക്സിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും. എഴുതി വെച്ചോ. 4 C ആണ് ഒന്നാമത്തെ പോയിന്റ്. ഒരു വെറുപ്പിച്ച് കയ്യിൽ തരുന്ന നമ്മൾ ടീം ബിൽഡ് ചെയ്തെടുത്തിട്ട് ആ ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടീം ഒരു അനോയിങ് ടീമായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറുന്ന ടീമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവും. ലീഡർക്ക് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല പണി, ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കലാണ്. അവിടെ പരാതി, ഇവിടെ പരാതി, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയാ, കൺഫ്യൂഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ അവൻ ചെയ്യേണ്ടതാണ്, ഇത് ഇവൻ ചെയ്യേണ്ടതാണ്, അത് അയാൾ ചെയ്യാത്തതുകൊണ്ടാണ്, എക്സ്ക്യൂസസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ കെയോസ്. ടീമിന് എന്താ വെച്ചാൽ ഒരു ക്ലാരിറ്റി ഇല്ല, പലരും പലതും ചെയ്യുന്നു, എവിടെയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ആകെപ്പാടൊരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ. അതുകൊണ്ട് തന്നെ കോംപ്ലക്സിറ്റി, അവരുടെ ഇടയിൽ എന്തുണ്ട്? ഒരു സങ്കീർണതയാണ്, സിംപ്ലിസിറ്റി ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആരെന്ത് എപ്പോ പറയണം, എങ്ങനെ പറയണം, ആരോട് പറയണം, എന്ത് പറയണം, പ്രശ്നങ്ങൾ തീരാത്തൊരവസ്ഥ. ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ലീഡറെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കലാണ്, അല്ലാതെ ബിസിനസിന്റെയോ കസ്റ്റമേഴ്സിന്റെയോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആൻഡ് ദാറ്റ്സ് എൻ അനോയിങ് ടീം. ബിസിനസ്സുകാരന് ഭ്രാന്ത് പിടിക്കും ഇത്തരത്തിലുള്ള ടീമിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ദേ ക്രിയേറ്റ് എ ഹെഡ് ഏക്ക്. അവർക്ക് എപ്പോഴും ഹെഡ് ഏക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുത്തെന്താണ്? അനോയിങ് ടീമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ തീരെ മീറ്റിംഗ് നടക്കുന്നുണ്ടാവും, ടീം അവിടെ ഉണ്ടാവും, മീറ്റിംഗേ നടക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ മീറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരുപാട് മീറ്റിംഗ് അങ്ങനെ നടക്കും, പക്ഷെ ലോങ് ആൻഡ് ടയറിങ് മീറ്റിംഗ്സിൽ കുറെ തീരുമാനങ്ങൾ എടുക്കുന്നത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടാവും. വലിയ ലോങ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുക, അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടാതിരിക്കുക. അതാണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അനോയിങ് ടീമിന്റെ മറ്റൊരു ക്വാളിറ്റി.
ഒന്നുകിൽ മീറ്റിംഗ് തീരെ നടക്കുന്നില്ല, അല്ലെങ്കിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടാകും, പക്ഷെ അത് വെറുതെ സമയം കളഞ്ഞു പോകുന്ന മീറ്റിങ്ങുകളായിരിക്കാം. അടുത്ത എന്താണ്? ഗസ് വർക്ക്. പ്രോപ്പർ പ്ലാനിങ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഇല്ല. അതിങ്ങനെ ചെയ്തു നോക്കാം, അത് അങ്ങനെ ചെയ്തു നോക്കാം. ഒന്നും എഴുതി തയ്യാറാക്കി റിട്ടേൺ ആക്കിയിട്ട് ചെയ്യുന്നില്ല. തോന്നലുകളുടെ പുറമെ ചെയ്തുകൊണ്ട് പോകും. തോന്നലുകൾ, നമുക്കത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം, ഇതിങ്ങനെ ഒന്ന് ചെയ്തേക്കാം. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ അത് ചെയ്യുന്നില്ല. ഇത് ഒരു ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ ക്വാളിറ്റി അനോയിങ് ടീമിന്റെ. അടുത്തതെന്ന് വെച്ചാൽ നോ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ഗോൾസ്. ജോലി ചെയ്യാനേ ഉള്ളൂ, വലിയൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം അച്ചീവ് ചെയ്യണം, ഇത്ര വോള്യം നമുക്ക് അച്ചീവ് ചെയ്യണം, ഇത്ര ഗോള് നമുക്ക് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര രൂപത്തിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ ഫണ്ട് എത്തിക്കണം, ഇത്ര രൂപത്തിലേക്ക് നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്ന് എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ഒരു ചിന്താഗതി ഇല്ല. അത് ബിസിനസ് ഓണർക്കും ഇല്ല, സൂപ്പർവൈസേഴ്സിനും ഇല്ല, മാനേജർക്കും ഇല്ല, അതേപോലെ തന്നെ ടീം മെമ്പേഴ്സിനും ഇല്ല. വലിയ ഒരു ഗോൾ അത് അച്ചീവ് ചെയ്തെടുക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഇതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രശ്നം. ആൻഡ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ടു മാനേജ്. ഈ ടീമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതിനൊരു സോഫ്റ്റ്വെയറോ, അതിന് വേണ്ടിയിട്ട് ഇവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയറോ ഓട്ടോമേഷനോ സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം മാനുവലാണ്. എല്ലാം മാനുവലാണ്. ഇവർക്കൊരു പ്രോസസ് ഇല്ല, ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല. എന്ത് ആരോട് പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയണം, ആരോട് എന്ത് പറയാൻ പാടില്ല. ദേ ഡോണ്ട് നോ എനിത്തിങ്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ഒരു HR സിസ്റ്റം ഇല്ല, റിക്രൂട്ട്മെന്റ് പോളിസി ഇല്ല, HR പോളിസി ഇല്ല, SOP ഇല്ല. ഞാൻ എന്റെ ജോലി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ജോലി ഞാൻ ചെയ്യാൻ പാടില്ല, ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സുകൾ എനിക്ക് വരുത്താൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇനി മിസ്റ്റേക്സ് വരുത്തിയാലും എനിക്ക് പണിഷ്മെന്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാതെ, ഒരു റിട്ടേൺ സംഗതികളില്ലാതെ ഈ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ പ്രോബ്ലംസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു വ്യക്തമായ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, വ്യക്തമായിട്ടുള്ള ഒരു എങ്ങനെ ഞാൻ ജോലി ചെയ്യണം എന്നുള്ളതിന്റെ വ്യക്തത ഉണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട്, അതിനുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ടാവില്ല, ഗൈഡൻസ് കിട്ടുന്നുണ്ടാവില്ല. സോ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഗസ് വർക്കിലായിരിക്കും. സ്വാഭാവികമായിട്ട് ഇവരെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് വലിയ പ്രയാസമായി. എത്ര പേർക്ക് ഇത് മനസ്സിലായി? അടുത്തത് എന്ന് വെച്ചാൽ ആറാമത്തെ വെച്ചാൽ മാനേജേഴ്സ് ആർ ഹൈലി പ്രൈസ്ഡ്. നീ എങ്ങാനും ടീമിൽ മാനേജർമാരുണ്ടെങ്കിൽ അവരെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എങ്കിൽ ആ ടീം ഒരു അനോയിൻ ടീമാണ്. ആ ടീമിന് ഉഴപ്പാൻ നല്ല പറ്റിയ ഒരു മാനേജർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥം. പക്ഷെ മറിച്ച് എന്ന് വെച്ചാൽ മാനേജറെ കൊണ്ട് കുറച്ച് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, കുറച്ച് പ്രയാസമുണ്ട്. ആൾ ഓക്കെയാണ്, ആൾ ഉഷാറാണ്, പക്ഷെ എന്നാലും ആൾ ഇച്ചിരി കടുംപിടുത്തക്കാരനാണ് എന്നൊരു അഭിപ്രായമാണ് പൊതുവെ ഉള്ളത് എങ്കിൽ ആ ടീം കുറച്ചുകൂടെ എന്താ വെച്ചാൽ ഡ്രീം ടീമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? സോ മാനേജേഴ്സ് ആർ ഹൈലി പ്രൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു അനോയിങ് ടീമായിട്ട് മാറും. അതിനെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു ഡ്രീം ടീമാക്കി മാറ്റിയെടുക്കുക. എങ്ങനെ നിങ്ങൾ മാറ്റിയെടുക്കുക? നിങ്ങളുടെ ടീമിനെ ഒരു ഡ്രീം ടീമാക്കി മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ടീമിന് എന്ത് ചെയ്യണം? 6 ക്വാളിറ്റീസ് വേണം. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് എവ്രി വൺ ഓൺ ദ സെയിം പേജ്. എല്ലാവരും ഒരേ പേജിൽ ഒരേ അഭിപ്രായം വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. എല്ലാവർക്കും ഒരു കോമൺ ഗോൾ ഉണ്ടാവണം. എല്ലാവരും പോകുന്നത് ആ ലക്ഷ്യത്തിലേക്കാണ്. നമുക്കത് അച്ചീവ് ചെയ്യണം, വലിയ പ്രൊജക്ടുകൾ ചെയ്യണം. വി ഹാവ് ടു ഡു ദാറ്റ്. ഏതൊരു കോമൺ ഗോളിലേക്ക് പോകണം. അവിടെ പിന്തിരിപ്പൻ സ്വഭാവം ഉണ്ടാകും.
നമ്മുടെ എല്ലാവരുടെയും ലൈഫ് രക്ഷപ്പെടണം. ഓക്കെ, കൂടെ ഇരിക്കുന്ന ഷബീറിന്റെയും ഷമീറിന്റെയും ഫാത്തിമയുടെയും അതേപോലെ തന്നെ ജോർജിന്റെയും അതേപോലെ തന്നെ ജോണിന്റെയും എല്ലാവരുടെയും ഗോളുകൾ എന്ത് ചെയ്യണം? അതിലേക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്. ബിസിനസ്സിനെ കാണേണ്ടത് എങ്ങനെയാണ്? ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ടു അച്ചീവ് എവറിബഡീസ് ഗോൾസ് എന്ന് എല്ലാവരുടെയും ഉള്ളിൽ ഒരേപോലെ ചിന്താഗതി ഉണ്ടാവും. യെസ്, ഡെഫിനറ്റ്ലി ഇതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഡെഫിനറ്റ്ലി ഇതിനു വേണ്ടി റിസ്ക് എടുക്കുന്ന ആൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അത് ചിലപ്പോൾ അറിവ് കൊണ്ടായിരിക്കാം, കഴിവ് കൊണ്ടായിരിക്കാം, സമ്പത്ത് കൊണ്ടായിരിക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഗ്രോ ചെയ്യണം, എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണം എന്ന ഒരു കോമൺ ഗോൾ എല്ലാവർക്കും ഉണ്ടാവും. ആ ഡ്രീം അതാണ്. എന്ന് വെച്ചാൽ അതിലേക്ക് എന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർ മതി ടീമിൽ. അതല്ലാത്തവർ ടീമിന് കേടാണ്. സ്വാഭാവികമായിട്ട് ടീം തകരും. ഉള്ളിൽ എത്ര ഫേക്ക് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചാലും ഒരു നാളത്ത് പുറത്തു വരും. സെൽഫിഷ്നെസ് പുറത്തു വരും. അപ്പൊ എന്താവും? അത് ടീമിനെ ബാധിക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. But the thing is, like, no matter how many times that happens, you just build your team. Because you are a true leader. You have to build the team, and you will build the team, and you know how to build the team. Okay? So next step. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ 100% കമ്മിറ്റ്മെന്റ്. എല്ലാവരുടെ 100% കമ്മിറ്റ്മെന്റ് ആ ടീമിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ ഗോളിനെ കുറിച്ചും ലീഡർ പരിഗണിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എല്ലാവരും പരിഗണിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. കാരണം കമ്പനി ഗ്രോ ചെയ്യും, പ്രൊജക്ട് ഗ്രോ ചെയ്യും, മുന്നോട്ട് പോകും എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. കാരണം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എ കമ്പനി ഷുഡ് ബി ലൈക്ക് ഗ്രോയിങ്. അപ്പൊ അവിടെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ഗ്രോ ചെയ്യാത്ത കമ്പനികൾക്കൊന്നും നല്ല ടീം ഉണ്ടാവില്ല കേട്ടോ. പൊതുവെ ഒരു അനോയിങ് ടീമാണ് ഉണ്ടാവുക. അവർക്ക് അത് മതി എന്നാണ്. കാര്യങ്ങൾ നടന്നു പോയാൽ മതി, ജസ്റ്റ് ഇത്ര മതി എന്ന് ചിന്തിക്കുന്നവർക്കാണെന്ന് വെച്ചാൽ ഡ്രീം ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? കമ്പനി ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. ഇനി ചില ബിസിനസ്സുകാരുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ ചില ആൾക്കാർക്ക് നല്ലത് എന്താ വെച്ചാൽ ബിസിനസ് ഗ്രോ ചെയ്യിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതി എന്നുള്ളെങ്കിൽ അത് മതി. വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, തൽക്കാലം അതുമായിട്ട് അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകും. ഇങ്ങനെയുള്ള ബിസിനസ്സുകാരുണ്ട്. അവർക്ക് അത് മതി. അവർ ഗ്രോ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഗ്രോ ചെയ്യാൻ താല്പര്യമില്ലാതെ ഗ്രോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ താല്പര്യമില്ലാത്തടത്ത് കൊണ്ടൊരു ഡ്രീം ടീം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട് സ്റ്റക്ക് ആവും, ഉള്ളതും ഇല്ലാണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്യണം, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണം, കമ്പനി വളരണം, ഉയരണം, ഇപ്പൊ കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ 100 ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടാക്കണം, ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഐ വാണ്ട് ടു ലീവ് ലാർജ്, എനിക്ക് എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്വപ്നജീവികളായിട്ടുള്ള വലിയ സ്വപ്നങ്ങളുള്ള വലിയ ആഗ്രഹങ്ങളുള്ള ആൾക്കാർക്കാണ് ഞാൻ ഈ പറയുന്നത് ടീം ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചും വലിയ സംഗതികൾ ചെയ്യുന്നതിനെ കുറിച്ചും പറയുന്നത്. ഇനി ചെറിയ ബിസിനസ് ആണ് എങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാം. പക്ഷെ അതിനൊരു ലിമിറ്റ് നിങ്ങൾ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ലിമിറ്റിനുള്ളിൽ നിൽക്കാം. പക്ഷെ ആൾക്കാർ പൊതുവെ കമ്മിറ്റ്മെന്റ് കാണിക്കുക, അവർക്ക് ഗ്രോ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടുന്ന് ഇറങ്ങി പോകും. അവർക്ക് ഗ്രോ ചെയ്യാനുള്ള സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോകും. അതുകൊണ്ടാണ് ചില ആൾക്കാർ നിങ്ങൾ വിട്ടുപോകുന്നത്. കാരണം അവർക്ക് ഗ്രോ ചെയ്യണം, നിങ്ങൾ അവർക്ക് ഗ്രോ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല, സ്പേസ് കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ പോകും. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ. സോ 100% കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് വെച്ചാല് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാല്
വളരെ ക്ലിയർ കട്ട് മീറ്റിങ്ങുകളുണ്ട്, ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള മീറ്റിംഗ്. ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ കൂടും. ലോങ് ആയിട്ടുള്ള മീറ്റിംഗ്സ് അല്ല, വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ഷോർട്ട് ആയിട്ടുള്ള മീറ്റിംഗ്സ്. മീറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഉണ്ടാവും. പല ബിസിനസ്സുകളും, പല ചെറുകിട ബിസിനസ്സുകളും വളരാതെ എത്ര കാലമായി ഒരു മീറ്റിംഗ് നടത്തിയിട്ട് നിങ്ങളുടെ ടീമുമായിട്ട്? യെസ് ഓർ നോ? യെസ് ഓർ നോ? എത്രയായി നിങ്ങളൊരു മീറ്റിംഗ് നടത്തിയിട്ട്? നിങ്ങൾക്ക് മീറ്റിംഗ് നടത്താൻ പറ്റിയ ആൾക്കാരില്ല എന്ന് ചിലപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ എന്താ ഈ മീറ്റിംഗിൽ പറയാ? ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് എന്ത് വർക്ക് ചെയ്യണം? ഈ ആഴ്ചയിലെ ഗോളിനെ കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ പ്ലാനിങ്ങുകളെ കുറിച്ച് സംസാരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാം, ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ചർച്ച ചെയ്യാം. ഇത് ആരോടും പറയാതെ സ്വന്തം മനസ്സിനുള്ളിലോട്ടിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഡിസിഷൻസ് ഉണ്ടാവില്ല, പ്രോപ്പർ സംഗതികൾ ഉണ്ടാവില്ല, 100% കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല. കാരണം ടീം മീറ്റിംഗ് കൂടി ടീമിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ച് ആ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് ടീമിന് ഒരു താല്പര്യമുണ്ട്. ഇത് എന്റെ കൂടെ ബിസിനസ് ആണ്, എന്റെയും കൂടെ അഭിപ്രായങ്ങൾ മാനിക്കപ്പെടുന്നുണ്ട്, എനിക്കിവിടെ റെസ്പെക്ട് കിട്ടുന്നുണ്ട്, എനിക്കിവിടെ സ്പേസ് കിട്ടുന്നുണ്ട്. പലർക്കും, പല വ്യക്തികൾക്ക് പണമല്ല വേണ്ടത്, സംസാരിക്കാനുള്ള ഒരു അവസരമാണ്, കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ്, അവരുടെ ആശയങ്ങളെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു സ്പേസ് ആണ് അവർക്ക് വേണ്ടത്. വ്യക്തികൾക്ക് പലപ്പോഴും വേണ്ടത് ഒരു ബിലോങ്ങിങ് ആണ്. അവർക്ക് അവരായിട്ട് ജീവിക്കാൻ, അവരുടെ ആശയങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന, അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അതിന് വിലമതിക്കുന്ന, അത് ഉപയോഗിക്കാൻ പറ്റുന്ന, അത് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടിയാൽ തന്നെ അവർ വലിയ സന്തോഷത്തിലായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ആൾസോ എ പവർഫുൾ വേ ടു ബിൽഡ് യുവർ ടീം. നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്യുന്നതിൽ ഡ്രീം സെൽ ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ യു ഹാവ് ടു ഗിവ് ദം ദ സ്പേസ്. എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്? മൊത്തം നിങ്ങളുടെ ആശയങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്യാറ്. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ ആശയം എല്ലാം നിങ്ങൾ. അതിൽ നിന്ന് മാറിയിട്ട് എന്തായിരിക്കണം? ടീമിന്റെ ആശയം, ടീമിന്റെ ടാലൻസ്, മറ്റുള്ളവന്റെ ആശയം, മറ്റുള്ളവന്റെ അറിവ്, മറ്റുള്ളവന്റെ അനുഭവ സമ്പത്ത്, ഇതിന് റെസ്പെക്ട് കൊടുക്കണം. അപ്പൊ അവിടെ എന്തുണ്ടാകും? ടീം ബിൽഡ് ചെയ്ത് വരും. ഹലോ, യൂസ്ഫുൾ ആണോ ഈ പറയുന്നത്? പലതും തലയിലൊക്കെ ചിന്തകളൊക്കെ മാറി വരുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? യെസ്, ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ? ഹലോ, യെസ്. സോ ടീം എന്ന് പറയുന്നത് എപ്പോഴും എന്ന് വെച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ജസ്റ്റ് കമന്റ്. എത്ര പേര് ഇവിടെ ലേഡി ഓണ്ടർപ്രണേഴ്സ് ഉണ്ടെന്ന് കമന്റ് ചെയ്തേ? സ്ത്രീകളായിട്ടുള്ള ആൾക്കാരോ, സംരംഭകരായിട്ടുള്ള ചെറിയ ബിസിനസ്സുകളോ സംഗതികളൊക്കെ ചെയ്യുന്നവരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത്, മീ എന്ന് കമന്റ് ചെയ്ത്. നിങ്ങളുടെ ബിസിനസിന്റെ ഒന്ന് കമന്റ് ചെയ്യാമോ? ബുട്ടീക്ക് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സുകളാണോ? നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ ഒന്ന് കമന്റ് ചെയ്ത്. സ്ത്രീകളായിട്ടുള്ള ബിസിനസ്സുകാരുണ്ടോ? സംരംഭകർ, സ്ത്രീ സംരംഭകർ? ജസ്റ്റ് കമന്റ് ആണ്. ബേക്കിങ്ങിലാണ് റീനി. റീനി എനിക്കറിയാം. റെമഡിയൽ സെന്റർ ആണ്, ബുസ്താന. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരാ ഉള്ളത്? നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നിങ്ങളുടെ സ്ഥാപനം എന്താണ്? എന്ത് സെന്റർ ആണ്? ട്രെയിനിങ് സെന്റർ ആണോ? കോച്ചിങ് സെന്റർ ആണോ? നിങ്ങളുടെ ബിസിനസ് എന്താണ്? ബേക്കിംഗ് ആണെന്ന് ഒരാൾ പറഞ്ഞു. രണ്ടുപേരേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ? അത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് വേണമെങ്കിൽ എഴുതും. ബേക്കിംഗ് ഉണ്ട്, റെമഡിയൽ സെന്റർ ഉണ്ട്, വേറെ? നിങ്ങളത് അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ പറയാൻ വേണ്ടിയില്ല. ഓക്കെ, LD സെന്റർ, ലേണിംഗ് ഡിസബിലിറ്റി സെന്റർ, ബേബി ഷമീം. ഓക്കെ, റെമഡിയൽ സെന്ററിന്റെ വേറൊരു ഓപ്ഷൻ. ഓക്കെ, വേറൊരു സംഗതി. വേറെ എന്താ ഉള്ളത്? നിങ്ങൾ എന്ത് സ്ഥാപനമാണ്? ഓക്കെ, സ്റ്റാർട്ട് കോച്ചിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ജസ്ന. വെരി ഗുഡ്. ജസ്ന എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, അബ്ദുൽ മജീദ്. ഓക്കെ, അതിനിടയിൽ ഒരു പ്രൊമോഷൻ. ഓക്കെ, ഡിലൈറ്റ്, ജസ്ന. ഓക്കെ, സോ ഡ്രസ് ഡിസൈനിങ്. ഓക്കെ, കൊറിയർ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നോ മാനേജ്മെന്റ് റിക്വയർഡ്, എവരിവൺ വർക്ക്സ് ഓൺ ദ ഡിസ്റ്റിങ്ക്ട് ഫോർട്ട്. അടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ
നമ്മളുടെ സ്ഥാപനത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഡ്രീം ടീമിനെ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇഷ്ടമില്ലാത്ത മേഖലയിൽ വർക്ക് ചെയ്യിപ്പിക്കരുത്. എല്ലാവരും അവരുടേതായിട്ടുള്ള മേഖലയിൽ പുലികളായിരിക്കണം, പാഷനേറ്റ് ആയിരിക്കണം. സെയിൽസിന് പറ്റാത്ത ഒരാളെ സെയിൽസിൽ ഇടരുത്. സെയിൽസ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളെയാണ് സെയിൽസ് ഇടുന്നത്. ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ അതിനോട് പാഷനും താല്പര്യവും ക്ലാരിറ്റിയും അത് വൃത്തിക്ക് ചെയ്യണം എന്നുള്ള പിടിവാശിയുള്ള ഒരു സി കാറ്റഗറിക്കാരനായിട്ടുള്ള ഒരാളല്ലാതെ ഒരാളെ എന്ത് ചെയ്യരുത്, ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇടരുത്. ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രോപ്പറായിട്ട് അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാൻ, വൃത്തിക്ക് ചെയ്യാൻ താല്പര്യമുള്ള കഴിവുള്ള ആൾക്കാരെയാണ് അതിലേക്ക്. ക്ലിയർ ആണോ? യു ഹാവ് ടു ബിൽഡ് ദ റൈറ്റ് ടീം. നെക്സ്റ്റ് എന്താണ്? അപ്പൊ എല്ലാവരും എന്താ വെച്ചാൽ റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ ജോലി ചെയ്യണം എന്നുള്ളത് നാലാമത്തെ ഒരു ക്വാളിറ്റിയാണ്. എവരി വൺ ഷുഡ് വർക്ക് ഓൺ ദ ഡിസ്റ്റിങ് ഫോർട്ടെ. ഡിസ്റ്റിങ് ഫോർട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പാഷൻ. ഇഷ്ടമുള്ള മേഖലയിലായിരിക്കണം അവർ ജോലി ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ടോ, അമ്മായിന്റെ മോനെ പിടിച്ചിട്ടോ, അല്ലെങ്കിൽ അളിയന്റെ മോനെ പിടിച്ചിട്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, അളിയനെ പിടിച്ചിട്ടോ, റിലേറ്റീവിനെ പിടിച്ചിട്ടോ, നാട്ടുകാരെ പിടിച്ചിട്ടോ, ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് ജോലി ഏൽപ്പിക്കരുത്. അയാൾക്ക് അതിനുള്ള പാഷൻ ഉണ്ടോ? അയാൾക്ക് അതിനുള്ള താല്പര്യമുണ്ടോ? അയാൾക്ക് അതിനുള്ള സ്കില്ലുണ്ടോ? അയാൾക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? അയാൾ അതിൽ കഴിവുള്ള ആളാണോ? നിങ്ങൾ ചിന്തിക്കും, ഞാൻ ചെറിയ സ്ഥാപനമാണ്, എൻ്റെ നാട്ടിലൊന്നും കിട്ടൂല നല്ല കഴിവുള്ള ആൾക്കാർ, ഇവിടെ ഉള്ളവരെ വെച്ചിട്ട് ഒപ്പിച്ചു പോവുക, അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് പഠിപ്പിച്ചെടുക്കണം. പക്ഷെ എന്നാലും അതിനുള്ളൊരു പാഷൻ എങ്കിലും ഉള്ള ആളാവണം. ഇല്ലെങ്കിൽ കറക്റ്റ് ആളെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാളെ നന്നാക്കൽ തന്നെയായിരിക്കും എന്നും നമ്മുടെ പണി. ബിസിനസ് നന്നാക്കാൻ നമുക്ക് സമയം കിട്ടൂല. മനസ്സിലാവുന്നുണ്ടോ? ബിസിനസ് ഗ്രോ ചെയ്യാൻ സമയം കിട്ടില്ല, ഇയാളെ ഗ്രോ ചെയ്യലായിരിക്കും പണി. ആ തലവേദന ഒന്നും തീരില്ല. എങ്ങനെയുണ്ട്? എത്ര ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി? ശരിയാണ്, ഇതാണ് എന്റെ പ്രോബ്ലം. യെസ് ഓർ നോ? യെസ് ഓർ നോ? യു അഗ്രി വിത്ത് മീ? ഈ പ്രശ്നം എനിക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിസ്റ്റിങ് ഫോർട്ടയിലായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ നന്നാവാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ മാത്രം വർക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന താല്പര്യമുള്ള മേഖല, അതേപോലെ തന്നെ മറ്റുള്ളവരും അവർക്ക് താല്പര്യമുള്ള മേഖലയിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? ഡ്രീം ടീമിന്റെ മറ്റൊരു പ്രത്യേകത, ഫ്യൂച്ചർ ലീഡേഴ്സ് ആർ ക്രിയേറ്റഡ്. ഫ്യൂച്ചർ ലീഡേഴ്സ്, അതായത് നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രം ലീഡറായിട്ട് നിൽക്കാൻ പാടില്ല. നിങ്ങൾ മാത്രം ലീഡേഴ്സ് ആയിട്ട് നിൽക്കാൻ പാടില്ല. പുതിയ ലീഡേഴ്സ് വരണം. നല്ല കഴിവുള്ള ആൾക്കാർക്ക് വളരാനുള്ള സ്പേസ് അവിടെ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരും. ഒരു നല്ല ലീഡർ എന്ന് പറയുന്നത് ഫോളോവേഴ്സ് മാത്രമുള്ള ആളാണ്. എ ഗ്രേറ്റ് ലീഡർ ക്രിയേറ്റ്സ് മോർ ലീഡേഴ്സ്. നാളെ ലീഡേഴ്സിനെ വളർത്തിക്കൊണ്ടുവരണം. കാരണം നിങ്ങൾ ഇപ്പോൾ ടീമിനെ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ടീമിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല ടീം ആൾക്കാരെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യുമ്പോഴാണ് വാട്ട് ഹാപ്പൻസ്? ടീം വിൽ ബി ഗ്രോയിങ്. ഓക്കെ, ടീം വിൽ ബി ഗ്രോയിങ്, കണ്ടിന്യൂസ്ലി ഗ്രോയിങ്. അപ്പോഴാണ് എന്ത് ഷാർലി ഡ്രീം ടീമായിട്ട് മാറുന്നത്. നെക്സ്റ്റ് എന്താണ്? നോ മാനേജ്മെന്റ് ഈസ് റിക്വയർഡ്. നമ്മളെല്ലാം ഒരു പ്രോസസ് ഓറിയന്റഡ് ആയി എല്ലാം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള പ്രോസസ് അവിടെ ഉണ്ടാവണം. SOPs ഉണ്ടാവണം, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞ് പണിയെടുപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എഴുതി കയ്യിൽ കൊടുക്കണം. ഇതാണ് നിന്റെ ജോലി, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന മിസ്റ്റേക്സ് വരാൻ പാടില്ല. ആ മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ ഇനി പെനാൽറ്റി ഉണ്ടാകും, പണിഷ്മെന്റ് ഉണ്ടാകും, നഷ്ടമുണ്ടാകും. ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും, ബെനിഫിറ്റ്സ് ഉണ്ടാകും, ഇൻസെന്റീവ്സ് ഉണ്ടാകും, ഗിഫ്റ്റുകൾ ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ ഈ രൂപത്തിൽ കറക്റ്റായിട്ട് ചെയ്തു പോകണം എന്നുള്ളത് പേപ്പറിൽ എഴുതി ഒപ്പിടാം. ഇതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കി എന്നുള്ളത് ഒപ്പിട്ട് വാങ്ങിച്ച് അവർക്ക് അതിന്റെ ട്രെയിനിങ് കൊടുത്ത് അവരെ പഠിപ്പിച്ച് കേപ്പബിൾ ആക്കി റിസോഴ്സസ് കൊടുത്ത് ടൂള് കൊടുത്ത്
അവരെ നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാൽ ടീമിനെ ബിൽഡ് ചെയ്തു. സോ അവിടെ മാനേജ്മെന്റിന്റെ ആവശ്യമില്ല. അവിടെ ആ ഒരു പോളിസികളാണ് അവരെ ലീഡ് ചെയ്യുന്നത്, അവരെ ഡ്രൈവ് ചെയ്യുന്നത്. അവരുടെ ജോലി, അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. അവിടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞൊരു കോർണർ എപ്പോഴും ഓരോന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ദാറ്റ്സ് ദ വേ ഇറ്റ് ഷുഡ് വർക്ക്. ഇങ്ങനെയാണ് എന്താ വെച്ചാൽ അത് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? എല്ലാവരും ഡ്രീം ടീമിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എവറി വൺ ഓൺ ദ സെയിം പേജ്. രണ്ടാമത്തെ പോയിന്റ് 100% കമ്മിറ്റ്മെന്റ്. മൂന്നാമത്തത് ഷോർട്ട് ക്രിസ് കൺക്ലൂഡിംഗ് മീറ്റിംഗ്. നാലാമത്തത് എവറി വൺ വർക്ക്സ് ഓൺ ദ റൈറ്റ് ഡിസ്റ്റിങ് ഫോർട്ട്, അതായത് റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് പൊസിഷൻ. അഞ്ചാമത്തത് ഫ്യൂച്ചർ ലീഡേഴ്സ് ആർ ക്രിയേറ്റഡ്. ആറാമത്തത് നോ മാനേജ്മെന്റ് ഇസ് റിക്വയർഡ്. ക്ലിയർ ആയോ? ഈ സ്റ്റെപ്സുകൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീമിനെ ബിൽഡ് ചെയ്യാം. ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആണോ? ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ, ഗ്രോത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ. ഈസ് ഇറ്റ് യൂസ്ഫുൾ? നിങ്ങളുടെ ബിസിനസ് ഇനി ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാകുമോ? ചേഞ്ച് ഉണ്ടാകുമോ? റെസ്പോൺസിബിൾ ടീമിനെ ബിൽഡ് ചെയ്യാൻ. നിങ്ങൾക്കൊരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിയുമെന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ചെറിയൊരു കോൺഫിഡൻസ് കിട്ടിയോ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായോ? യെസ്. സോ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നാളെ മറ്റൊരു സെഷനായിട്ട് വരും. നമ്മുടെ മീറ്റപ്പ് ഉണ്ടാകും. അപ്പൊ ഇത് ഒരുപാട് മീറ്റപ്പിന് വരുന്നവർക്ക് കിട്ടാൻ പോകുന്ന നോളജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഓരോ വ്യക്തികളും അതേപോലെ അവിടെ വരുന്ന പല വ്യക്തികളും പല അറിവും കഴിവുള്ളവരായിരിക്കും, പല കണക്ഷൻസ് ഉള്ളവരായിരിക്കും. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ബന്ധങ്ങൾ കിട്ടാൻ പോകുന്ന അവിടെ നിന്നായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കില്ല പ്രശ്നം. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള അവയർനെസ്സും സംഗതികളൊക്കെ കൊടുത്ത് നിങ്ങളുടെ മുൻപിലേക്ക് ഒരു അടയാളമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ രൂപത്തിൽ വന്നിരിക്കുകയായിരിക്കും ഈ ഒരു അവസരം. ഈ ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തും. നിങ്ങളെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ചിലപ്പോൾ അവിടെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മറക്കാതെ പ്രോഗ്രാമിലേക്ക് വരിക. 7-ാം തീയതിയാണ്. ഡോണ്ട് മിസ് ദ ചാൻസ്. ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് കൂട്ടണോ? നിങ്ങൾ കൂട്ടിയാലേ വരുള്ളൂന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ടിക്കറ്റ് പ്രൈസ് കൂട്ടാം. വെറും 1100 രൂപയാണ്. ഹോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. പ്രോഗ്രാം ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നടത്തുക. നമ്മളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുക, നമ്മുടെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുക, നമ്മുടെ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടത്, ഈ കമ്മ്യൂണിറ്റി ഒന്ന് സ്ട്രോങ് ആക്കുക. അതാണ് ഉദ്ദേശം. ഉദ്ദേശം എന്താ വെച്ചാൽ കമ്മ്യൂണിറ്റി, നമ്മൾക്ക് എല്ലാവർക്കും അതൊന്ന് സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാക്കുക. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നതിന് അപ്പുറത്തേക്ക്. അപ്പം എല്ലാവരും വരണം, പങ്കെടുക്കണം. ആൻഡ് വി ഹാവ് ടു, ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, മിസ്സാക്കരുത്. എത്ര ദൂരത്താണ് നിങ്ങളെങ്കിലും യു ഹാവ് ടു കം ആൻഡ് അറ്റൻഡ് കേട്ടോ. അപ്പൊ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്, മറക്കരുത്. എന്തായാലും വന്നിട്ട് പങ്കെടുക്കണം. ഓക്കെ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകും. നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ട്രെയിനർ അല്ലെങ്കിൽ കോച്ച് എന്നിട്ടുള്ള ഞാൻ വലിയൊരു ഇത് പറയല്ല, കഴിഞ്ഞ 10-12 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. നിങ്ങളുടെ ട്രോമ ഹീലിംഗ് നമുക്ക് ചെയ്യാം. അതിനുള്ള അറിവും ഇൻസൈറ്റ്സും അവിടെ നിന്ന് ലഭിക്കും. ബിസിനസ് പരമായിട്ടുള്ള നോളജും സംഗതികളും കേപ്പബിലിറ്റിയും ഉള്ള ഒരാളാണ്. ടീമിന് കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് 10-12 വർഷത്തോളമായിട്ട് ടീമിനെ ബിൽഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആയിട്ടാണ് നമ്മളെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്ത് ചാലഞ്ചസ് ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു കണക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ, whatever it is, we have to find a solution. We have to find a hope. So EFT എന്ന് പറയുന്ന മെത്തേഡിനെ നമ്മൾ അവിടെ ഡെപ്തിൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കും. സോ കം ആൻഡ് ജോയിൻ. ഡയറക്റ്റ് ആയിട്ടുള്ള തെറാപ്പി സെഷൻസ് നമുക്കുണ്ട്, മെഡിറ്റേഷൻ സെഷൻസ് ഉണ്ട്. വരിക, പങ്കെടുക്കുക, ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. എടാ,
മറക്കരുത്. വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. കം ആൻഡ് ജോയിൻ. ഓക്കെ, മറക്കരുത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും. എത്ര പേര് എക്സൈറ്റഡ് ആണ്? ആർ യു എക്സൈറ്റഡ്? വരുമോ? അബ്രോഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാൻ കഴിയില്ല, ദാറ്റ്സ് ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് കം ആൻഡ് ജോയിൻ. ഓക്കെ, മറക്കരുത്. So thank you so much. Have a great day. Tomorrow we will be